ഹായ് നമസ്കാരം, ഞാൻ സെവിൻ. സെവിൻ്റെ എക്സ്പ്ലോറർ ചാനലിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BSc നേഴ്സിങ്ങിൻ്റെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഇനിയാണ് വരുന്നത് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ കോളേജിലാണ് വേക്കൻസിയിൽ കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാ പബ്ലിഷ് ചെയ്യുന്നുള്ളത്, അത് ഏത് സമയത്താണെന്നുള്ളതും ഒക്കെയാണ്. അതുപോലെ തന്നെ നിരവധി സീറ്റ് വേക്കൻസിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഡിപ്ലോമയ്ക്കകത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഉള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോ ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ ടോപ്പ് 10 പാരാമെഡിക്കൽ കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലെങ്കിൽ അവിടെ അതും മേളിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുക, അവിടെ ഓർപ്പിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 7@explore എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേര്. താല്പര്യമുള്ളവരൊക്കെ കയറി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള കാരണം ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചാൽ മതി, നമ്മളതിന് റിപ്ലൈ തരുന്നതായിക്കൂടെ ഓർപ്പിക്കുന്നു. എന്തെങ്കിലും കാണാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഒത്തിരി താഴെ കിടക്കുന്നുണ്ട്, എന്നിട്ട് കഴിയുമ്പോൾ മേലോട്ട് കയറി വരുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതിലൂടെ ഓർപ്പിക്കുന്നു. അപ്പം നമുക്ക് നേരെ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ കയറി ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുന്നതോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാനും വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BSc നേഴ്സിങ്ങിൻ്റെയാണ്. അഡ്മിഷൻ ടു BSc നേഴ്സിംഗ് ഡിഗ്രി ആൻഡ് പാരാമെഡിക്കൽ സ്പെഷ്യൽ ഗവൺമെൻറ് BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് ഓൺലി ഓൺ 4/12/2024 ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് 4ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി ഏതൊക്കെ കോളേജിൽ ആ വേക്കൻസികളെല്ലാം വന്നിട്ടുള്ളതെന്നുള്ളതാണ് വേക്കൻസി ലിസ്റ്റ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് പറയുന്നതായിരിക്കും. അപ്പം 1/12/24 മുതൽ 3/12 5 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷനുകളെല്ലാം അലോട്ട്മെൻറ്റ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് 1-ാം തീയതി തൊട്ട് ഡിസംബർ 1 തൊട്ട് 3-ാം തീയതി വരെ 5 മണി വരെ സമയമുണ്ട്. 4-ാം തീയതി അലോട്ട്മെൻറ്റ്. ഈ സമയമൊക്കെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് സമയം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയാൻ പറ്റത്തില്ല, ഇപ്പോഴേ സമയം കാരണം ഒന്നും. അപ്പോൾ ആ സമയം, അതായത് നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. എന്താണ് ഉള്ള സമയം കാണുമല്ല, എപ്പോഴാണ് 4-ാം തീയതി എത്ര മണിക്കാണ് വരുന്നുള്ളൂ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/12, അതായത് 1-ാം തീയതി തൊട്ട് 3-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ BSc നേഴ്സിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ പാരാമെഡിക്കലിനുണ്ടെങ്കിൽ 5 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കിട്ടാത്തതായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ ഒത്തിരി പേര്, അതായത് ഇൻഡെക്സ് കൂടിയുള്ളവർക്ക് മിക്ക പേർക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടാനായിട്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം മാർക്ക് കുറവുള്ളവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലാണെന്നൂടെ ഓർപ്പിക്കുന്നു. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ BSc നേഴ്സിങ്ങിന് വെളിയിലോട്ടൊക്കെ പോയവരൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, അത് നിങ്ങളുടെ താല്പര്യമാണ്. വേക്കൻസി ഉണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവർക്കെല്ലാം ഇപ്പോൾ ഈ സമയത്ത് കിട്ടിയിരിക്കും. മാർക്ക് കുറവുള്ളവർക്കായാലും. അപ്പം ഒത്തിരി ഓപ്ഷൻ വേക്കൻസി ലിസ്റ്റിനകത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയുന്നതായിരിക്കും. അപ്പം വെളിയിലോട്ട് പോയവർക്കെല്ലാം മിക്കവർക്കും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളാരും അതിനുവേണ്ടി നിൽക്കാനായിട്ട് തുനിഞ്ഞില്ലാത്തതുകൊണ്ട് അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവിടെ ബാക്കിയുള്ള പറഞ്ഞ ഇൻഡെക്സ് പോലുള്ളവർക്കൊക്കെ ഇനിയും വരുന്ന അലോട്ട്മെൻറ്റുകൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് സീറ്റ് വേക്കൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അലോട്ട്മെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഓർമ്മിക്കുന്നു. അപ്പം ഏതൊക്കെയാണ് വേക്കൻസി ലിസ്റ്റ്, അതായത് വേക്കൻസി അവർ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയേക്കാം. അതിനകത്ത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പാരാമെഡിക്കൽ സ്ട്രീമാണ് കാണിച്ചിരിക്കുന്നത്. പാരാമെഡിക്കൽ സ്ട്രീം ആണെങ്കിൽ BSc നേഴ്സിംഗ് ഡയാലിസിസ് ടെക്നോളജി ഉണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ശ്രീകോവിലം കോളേജ് ട്രിവാൻഡ്രമുണ്ട്. പിന്നെ ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മലബാറിലുണ്ട്. അത് പുതിയതായിട്ട് വന്ന കോളേജാണ് മലബാർ, കോഴിക്കോടുള്ള. അവിടെ 10 സീറ്റുണ്ട്. കാറ്റഗറി ഒന്നും പറഞ്ഞിട്ടില്ല, ഏത് കാറ്റഗറിക്കാർക്ക് വേണമെങ്കിലും അവിടെ മലബാറിനകത്ത് വെക്കാവുന്നതാണ്. മുസ്ലിംകാർക്കൊക്കെ ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം തന്നെ അവിടെ അഡ്മിഷൻ കാർഡിലും കിട്ടുന്നതായിരിക്കും. പിന്നെ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂരുള്ളത്, പിന്നെ KMCT കോളേജ് കോഴിക്കോടുള്ളത്, അവിടെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ഓർപ്പിക്കുന്നു. പിന്നെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ BSc MLT ആണ്. ഇപ്പം ഡിപ്ലോമ MLT നോക്കുന്നവർ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനകത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ BSc MLT കൊടുക്കുന്നതായിരിക്കും നല്ലത്. DMLTയെക്കാട്ടി കുറച്ചുകൂടെ നല്ല BSc MLT ആണ്. DMLT പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ BSc MLT കൂടെ എടുക്കുവാണെങ്കിൽ ജോലി സാധ്യതകൾ കൂടുതലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അതപ്പം ട്രാവൻകൂർ കൊല്ലം ഭയങ്കര വലിയ കോളേജാണ്. അതുപോലെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എറണാകുളത്തുള്ളതും ഒരുപാട് വലുതല്ല, കൊല്ലത്തിൻ്റെ അത്ര വരത്തില്ല, എന്നാലും ഏകദേശം വലുതൊക്കെയാണ്. പിന്നെ അതുപോലെ അങ്കമാലിയിലുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റീജിയണൽ സെൻറ്റർ അങ്കമാലി എറണാകുളം, അതും കുഴപ്പമില്ലാത്ത തന്നെയാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് കോളേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ
ഒപ്റ്റോമെട്രിക്ക് താല്പര്യമുള്ളവർക്ക് ഒപ്റ്റോമെട്രിക്ക് കൊടുക്കാം. പിന്നെ BPOയ്ക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ BPO കൊടുക്കാവുന്നതാണ്. പിന്നെ കാർഡിയോ വസ്കുലർ ടെക്നോളജിക്ക് മലബാറുണ്ട്, അവിടെ മുസ്ലിമിന് ഒരാൾക്കും അവിടെ കൊടുക്കാവുന്നതാണ്. ബാക്കിയുള്ള കോളേജെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ വേക്കൻസി ലിസ്റ്റ് വെച്ച് 10 ആദ്യം വേക്കൻറ്റ് 10 കൊടുത്തിട്ടുണ്ടല്ലോ മലബാറൊക്കെ, അതുപോലെയുള്ള ആദ്യത്തെ കോളേജൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ ആദ്യമൊക്കെ ആ കോളേജുകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സീറ്റ് വേക്കൻസി കുറവായിട്ടുള്ള കോളേജൊക്കെ ബാക്കി താഴോട്ടുള്ള കോളേജുകളൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് BSc നേഴ്സിംഗ് അതുപോലെ പാരാമെഡിക്കലിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ BSc നേഴ്സിങ്ങിന് വേണ്ടി അലോട്ട്മെൻറ്റ് അവർ ഇടുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് എവിടെയെങ്കിലും വേക്കൻസി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ BSc നേഴ്സിംഗ് എടുത്തുള്ളൂ. ഇത് പാരാമെഡിക്കലിനാണ് അവർ ഇട്ടേക്കുന്നത്. പക്ഷേ BSc നേഴ്സിങ്ങിന് BSc എന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പാരാമെഡിക്കൽ സ്ട്രീമാണ്. ഇതിനകത്ത് ഇത്രയാണ് വേക്കൻസി ലിസ്റ്റും കാണിച്ചിരിക്കുന്നത്. അതായത് 1, 2, 3, 6 പാരാമെഡിക്കൽ സ്ട്രീമിന് വേണ്ടി വേക്കൻസി ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി BSc നേഴ്സിങ്ങിന് വേണ്ടി വരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ലിസ്റ്റ്, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇനി പിന്നെ ഒരു അലോട്ട്മെൻറ്റ് കൂടെ ഇടുമായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറ്റ് വേക്കൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ഇടുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഞാനിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പം BSc നേഴ്സിങ്ങിന് വേറെ അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന അറിയിക്കുന്നതായിരിക്കും കൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമയുടെ കാര്യമാണ്. ഡിപ്ലോമയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഒത്തിരി സംശയം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് റിസൾട്ട് ഓഫ് മെഡിക്കൽ ബോർഡ് ഡിസബിലിറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ ആയാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 29-ാം തീയതി പുതിയ കോളേജും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഡീറ്റെയിൽ നേരമെല്ലാം പറയുന്നതായിരിക്കും. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വന്നിട്ടുള്ളതാണ്. 1, 2, 3 കോളേജ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സെൻറ്റ് ജോൺസ് ആയാലും സൗത്ത് ആയാലും കോളേജുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി DDT, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ DMLT വന്നിട്ടുണ്ട്. DPharm, DRT, DOTAT, DDT. അപ്പം ഇത്രയും കോഴ്സുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ഇനി എന്നാൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒത്തിരി പേര് ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നതാണ്. എന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുള്ളത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഒരു മിനിറ്റ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് പുതിയതായിട്ട് വന്ന കോളേജുകൾക്ക് 1 അലോട്ട്മെൻറ്റ് കോളേജ് ഓപ്ഷനുകൾ ഓൺലൈനായി 2/12, അതായത് ഡിസംബർ, അതായത് ഈ 2-ാം തീയതി 2/12/24 2 PM സമർപ്പിക്കേണ്ടതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പുതിയതായിട്ട് വന്ന കോളേജുകൾ നേരത്തെ 29-ാം തീയതി മുമ്പല്ലേ അല്ലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്ന്. അപ്പം 29-ാം തീയതി വന്ന കോളേജുകൾക്ക് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ 2-ാം തീയതി 2 മണി വരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് 2/12/2024 8 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ന് രാത്രി 8 മണിക്ക് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് 2 മണി വരെ സമയം ഉണ്ടായിരുന്നു, അവർക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. പുതിയ കോളേജിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ പറ്റുന്ന സമയം ഇന്ന് 2 മണി വരെ ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ എല്ലാം കഴിഞ്ഞ് അവരെല്ലാം സേവ് ആക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവർ പബ്ലിഷ് ചെയ്യുന്ന ഇന്ന് 8 മണിക്കാണെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമോ കാര്യമോ ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്ത് അറിയിക്കുന്നതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് 8 മണിയായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിപ്ലോമയുടെ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്ന് 8 മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുള്ള കാരണം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID സെബിനെറ്റ് എക്സ്പ്ലോറിലോ ചോദിക്കുക. അപ്പം വീഡിയോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുന്നതിന് ഓർപ്പിക്കുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ മാറ്റം ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന അറിയിക്കുന്നതായിരിക്കും. അപ്പം ചാനൽ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.